കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്നു 99-ലെ വെള്ളപ്പൊക്കമെന്നറിയപ്പെടുന്ന 1924 ജൂലൈ മാസത്തിലുണ്ടായ മഹാപ്രളയം. കൊല്ലവർഷം 1099 സംഭവിച്ചതിനാലാണ് 99-ലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് അന്നത്തെ ആ പ്രളയം പ്രായം ചെന്ന പലരുടെയും ഓർമ്മകളിൽ ഇന്നും പെയ്തിറങ്ങാറുണ്ട്. പലർക്കും പറയാൻ ഒരുപാട് നഷ്ടങ്ങളുടെ നൂറ് കണക്കുകളുമുണ്ട്. പ്രളയത്തിൻ്റെ പ്രധാന കാരണം 3 ആഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. തിരുവിതാംകൂറിനെയും മലബാറിൻ്റെ ഏതാനും ഭാഗങ്ങളെയും ബാധിച്ച പ്രളയം ഏറ്റവും അധികം കടന്നാക്രമിച്ചത് ഇന്നത്തെ മധ്യ കേരളത്തെയായിരുന്നു. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ഭൂരിഭാഗവും ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ആയിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടമായി ആ പ്രളയത്തിൽ. നിരവധി പക്ഷിമൃഗാദികൾക്കും കണക്കുകൂട്ടാൻ പറ്റാത്തിടത്തോളം കൃഷിയൊക്കെ നഷ്ടമായി. ഒട്ടനവധി പേർക്ക് വീടും സ്വത്തുവകകളും വളർത്തുമൃഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. വൻമരങ്ങളും കുടിലുകളും ചത്ത മൃഗങ്ങളും മലവെള്ളത്തിൽ ഒഴുകി നടന്നു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന അക്കാലത്ത് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. ചിലയിടങ്ങളിൽ തെങ്ങിൻ തലപ്പിനോളം വെള്ളമെത്തിയെന്നാണ് പഴമക്കാർ പറയുന്നത്. അന്ന് വെള്ളമുയർന്ന അളവ് കേരളത്തിൽ പലയിടത്തും ഇപ്പോഴും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ജൂലൈ 17-നായിരുന്നു മഴയുടെ തുടക്കം. 3 ആഴ്ചയോളം ഇടമുറിയാതെ പെയ്ത മഴ തകർത്തത് നിരവധി സ്വപ്നങ്ങളായിരുന്നു. വെള്ളമിറങ്ങിപ്പോകാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. ഓലയും പനമ്പും മണ്ണും കൊണ്ടുണ്ടാക്കിയ പല കുടിലുകളും അപ്പോൾ യഥാസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. പുഴകളും തോടുകളും വഴിമാറി ഒഴുകി പാതകൾ തന്നെ ഇല്ലാതായി. കിണറുകളും കുളങ്ങളും തൂർന്നു. വൻമരങ്ങൾ കടപുഴകി. പേരിനുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും തകർന്നു വീണു. എക്കലും ചെളിയും അടിഞ്ഞ് രൂപം നഷ്ടപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും പൂർവ്വസ്ഥിതിയിലെത്താനായിട്ട് വീണ്ടും വർഷങ്ങളെടുത്തു. ചില ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതായിപ്പോയി. മധ്യ കേരളത്തെ പ്രളയം ഇത്രയ്ക്ക് ആക്രമിക്കാൻ ഇടയായതിന് കാരണം മഴയ്ക്കൊപ്പം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം കൂടിയായിരുന്നു. പെരിയാറിൻ്റെ കൈവഴികളുടെ വൃഷ്ടിപ്രദേശങ്ങളിലായിരുന്നു മഴ ഏറ്റവും അധികം കോരിച്ചൊരിഞ്ഞത്. അന്ന് പെരിയാറിൽ ആകെ ഉണ്ടായിരുന്ന ഡാം മുല്ലപ്പെരിയാർ മാത്രമായിരുന്നു. കൈവഴികൾ പെരിയാറിനെ വെള്ളം കൊണ്ട് നിറച്ചപ്പോൾ മധ്യ കേരളം ആകെ പ്രളയക്കെടുതിയിൽ അമർന്നു. ആ പ്രളയം തകർത്ത് കളഞ്ഞത് ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയ മൂന്നാർ പട്ടണം കൂടിയായിരുന്നു. ഇംഗ്ലണ്ടിലെ നഗരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച അവരുടെ അഭിമാന സ്തംഭമായിരുന്ന മൂന്നാർ എന്ന സ്വപ്ന സാമ്രാജ്യവും അവിടെ അവർ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സൗകര്യങ്ങളും ദിവസങ്ങൾ കൊണ്ട് ഒലിച്ചുപോയി. മലവെള്ളത്തിനൊപ്പം കുതിച്ചെത്തിയ പാറകളും മരങ്ങളും പട്ടണത്തെ തുടച്ചു നീക്കിയതിനൊപ്പം 100-ൽ പരം ജീവനുകളും എടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടിയോളം ഉയരത്തിലുള്ള മൂന്നാറിനെ ഈ വെള്ളപ്പൊക്കം എങ്ങനെ ബാധിച്ചുവെന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു അതിന് കാരണം. ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞു വീണ പാറകളും ഒഴുകിയെത്തിയ മരങ്ങളും ചേർന്ന് മാട്ടുപ്പെട്ടിയിൽ 2 മലകൾക്കിടയിൽ പ്രകൃത്യാ രൂപം കൊണ്ട ഒരണക്കെട്ടായിരുന്നു വില്ലൻ. മഴ കടുത്തപ്പോൾ സ്വയം തകർന്ന ഈ അണക്കെട്ടിലെ വെള്ളവും ഒഴുകി വന്ന മണ്ണും പാറയും മരങ്ങളുമാണ് മൂന്നാറിനെ നക്കിത്തുടച്ചത്. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചപ്പോൾ പട്ടണം തന്നെ ഇല്ലാതെയായി. ആ ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാർ മേഖലയിൽ 485 സെൻറ്റിമീറ്റർ മഴ പെയ്തുവെന്നാണ് സായിപ്പിൻ്റെ കണക്കുകൾ പറയുന്നത്. മൂന്നാറിൽ അന്ന് വൈദ്യുതിയും ടെലിഫോണും റെയിൽവേയും റോപ്പ് വേയും വീതിയേറിയ റോഡുകളും വിദ്യാലയങ്ങളും മികച്ച ആശുപത്രികളുമൊക്കെ ഉണ്ടായിരുന്നു. പ്രളയം തകർത്ത് കളഞ്ഞത് അതൊക്കെ കൂടിയായിരുന്നു. കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോഗേജ് റെയിൽ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായും തുടച്ചു നീക്കിക്കളഞ്ഞു. റെയിൽ പാളങ്ങൾ അപ്പാടെ ഒലിച്ചുപോയി. പാലങ്ങൾ തകർന്നു. കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി. തേയില ഫാക്ടറികൾ തകർന്നടിഞ്ഞു. തേയില കൊണ്ടുപോകാനായി 1902-ൽ സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള വഴി തമിഴ്നാടിൻ്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു. മൂന്നാറിലെ തേയില ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേ വഴി ബോഡിനായ്ക്കന്നൂരിലേക്കും തുടർന്ന് തൂത്തുക്കുടി തുറമുഖത്തെത്തിച്ച് കപ്പൽ കയറ്റുകയുമായിരുന്നു പതിവ്. പള്ളിവാസൽ മലകൾക്ക് മുകളിലുണ്ടായിരുന്ന തടാകത്തിൻ്റെ നാശത്തെ തുടർന്ന് പള്ളിവാസൽ പട്ടണവും മൂന്നാറിലേക്ക് വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനും മണ്ണിനടിയിലായി. പ്രളയം പള്ളിവാസലിൻ്റെ രൂപം തന്നെ മാറ്റിക്കളഞ്ഞു. കുട്ടമ്പുഴ, പൂയംകുട്ടി, മണികണ്ഠൻചാൽ, പെരുമ്പൻകുത്ത്, മാങ്കുളം, കരിന്തിരിമല, 50-ാം മൈൽ വഴിയായിരുന്നു അന്ന് മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിക്കുന്ന പാത കടന്നുപോയിരുന്നത്. മധുരയെയും മുസിരിസിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമഘട്ടത്തിലൂടെ കടന്നുപോയിരുന്ന പുരാതന പാതയാണിത് എന്നും വിശ്വസിക്കപ്പെടുന്നു. മാങ്കുളത്തിനും മൂന്നാറിനും ഇടയിലായി സ്ഥിതി ചെയ്തിരുന്ന കരിന്തിരി എന്ന വലിയ മല ഭീകരമായ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് പൂർണ്ണമായി തന്നെ ഇല്ലാതെയായി.
പഴയ ആലുവ മൂന്നാർ റോഡ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ പാത കടന്നുപോയിരുന്നത് പെരിയാറിൻ്റെ കൈവഴിയായ കരിന്തിരിയാറിൻ്റെ കരയിൽ തലയുയർത്തി നിന്നിരുന്ന ഈ മലയോരത്തു കൂടിയായിരുന്നു. മലയിടിച്ചിലിൽ ആ പാതയുടെ ഒരു ഭാഗത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കി. അന്ന് ആനപ്പാതയായിരുന്ന കോതമംഗലം, നേര്യമംഗലം, അടിമാലി, പള്ളിവാസൽ വഴി മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ റോഡ് നിർമ്മിച്ചത് ഇതിനെ തുടർന്നായിരുന്നു. എന്നാൽ ഈ പാത പൂർത്തിയാക്കാൻ കഴിഞ്ഞത് 1931 മാത്രമാണ്. പഴയ മൂന്നാറിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നിർമ്മിച്ചു തുടങ്ങിയ പുതിയ മൂന്നാർ പട്ടണം പൂർത്തിയാകാനും 2 വർഷത്തിലധികം സമയമെടുത്തു. വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ട തടാകം ഇപ്പോഴും പഴയ മൂന്നാറിലുണ്ട്. ഒരു ദുരന്ത സ്മാരകം പോലെ ചിലതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കാനായി. പ്രളയം അന്ന് മായ്ച്ചു കളഞ്ഞത് അതിരുകളും അടയാളങ്ങളും മാത്രമല്ല, ചരിത്രത്തെ കൂടിയായിരുന്നു. കേരളത്തിൻ്റെ ചില പ്രധാന ചരിത്രരേഖകളും നശിച്ചുപോയത് ഈ പ്രളയത്തിലായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ചില പുരാതന ക്രിസ്ത്യൻ പള്ളികളിലും ഇന്നവശേഷിക്കുന്ന ചരിത്രരേഖകൾ 1924 ശേഷമുള്ളത് മാത്രമായത് ഇക്കാരണം കൊണ്ടാണ്. പ്രളയം മാറ്റിവരച്ച ഭൂപടങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ അത്ര പതിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ആ പ്രളയം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായതുകൊണ്ടുകൂടിയാണ് 99 വെള്ളപ്പൊക്കമെന്ന് ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.